മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇത്രയും നേരത്തെ എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് എന്ന് പറയുമ്പം അങ്ങനെ വലിയ ട്രിപ്പൊന്നുമില്ല, ജസ്റ്റ് ഒരു ബൈക്ക് റൈഡ്, അത് വയനാട്ടിലേക്ക്. നമുക്ക് ഇവിടുന്ന് വയനാട്ടിലേക്കാണല്ലോ എളുപ്പം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പെട്രോൾ അടിക്കാൻ കയറി, അവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല നേരത്തെയാണ് ഇറങ്ങിയത്, നമുക്ക് അവിടെ എത്തണമല്ലോ. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബൈക്ക് എടുത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്നത് കേട്ടോ. ഞങ്ങൾ പോവാറുണ്ട്, പക്ഷേ നമ്മൾ കാറിലാണ് പോവാറ്, ഫാമിലി ആയിട്ട് മക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്തവണ നമ്മൾ ഓൺലി കപ്പിൾസ് മാത്രമാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി ചുരത്തിൻ്റെ മുകളിലെത്തിയ സമയത്ത്, കാരണം ആരും വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ലൈറ്റായിട്ട് ചായയും കടിയും കുടിച്ചിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. നമ്മളെപ്പോഴെങ്കിലും ആണ് ഇങ്ങനെ എല്ലാവരും കൂടെ പുറത്ത് പോകാറ് കേട്ടോ. പുറത്ത് പോകാറല്ല, ട്രിപ്പായിട്ട് പോകാറ്. പക്ഷേ അത് അടിപൊളിയാണ്, എല്ലാവരും നല്ല വൈബാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി അവിടെ എത്തുന്ന വരെ നമുക്ക് ടൈം പോകുന്നത് അറിയേയില്ല. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടില്ല കേട്ടോ. ഞങ്ങൾ വയനാട്ടിലെത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്നുള്ള രീതിക്കാണ് പോകുന്നത്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് പ്ലാൻ ചെയ്ത് കൺഫേം ചെയ്തു. നമ്മൾ ഊട്ടിക്കാണ് പോകുന്നത്. ഒറ്റ മൈൻഡിൽ നേരെ ഊട്ടിക്ക് അങ്ങോട്ട് വിടാം. അതിന് വേണ്ടിയിട്ട് ഇ പാസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരൊറ്റ പോക്കാണ് പോയത്. ഇതിലൂടെ പോയതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. മസനഗുഡി വഴി പോകുന്നതാണ് നമ്മൾ കരുതിയത്, പക്ഷേ അവിടെ ഓൾറെഡി അവിടുന്ന് അങ്ങോട്ട് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതേ നമ്മൾ പോകുന്ന വഴിക്ക് ആനനെ കണ്ടു, മാനിനെ കണ്ടു. അത് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റി കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ കാറിൽ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ ബൈക്കിൽ പോകുമ്പോൾ ക്ലോസ് ആയിട്ട് അത്രയും കാണാൻ പറ്റില്ലല്ലോ, പക്ഷേ ഇത് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റി എല്ലാവർക്കും. അങ്ങനെ ഇതേ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി ഫോട്ടോ സ്പോട്ട് കണ്ടു. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങി. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലായിരുന്നു. വെയിലെന്ന് പറഞ്ഞാൽ അത്രയും നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് കുറേ നേരം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. രാവിലെ ആ ഒരു ചായ മാത്രമല്ലേ കുടിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും അതേപോലെ തന്നെ പൂരിയാണ് വാങ്ങിച്ചത്. അതേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഇത് എല്ലാവരും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള 2 പേരെ കാണാതായി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് റൂട്ട് മാറിപ്പോയി. കാട്ടിലാണെങ്കിൽ റേഞ്ചും ഇല്ലല്ലോ, അങ്ങനെ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. പക്ഷേ നമുക്ക് എല്ലാവരെയും കണ്ടു കിട്ടി. നേരെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ കിട്ടി കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. നേരെ ഞങ്ങൾ പിന്നെയും ചായ കുടിക്കാൻ കയറിയത് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കാണ് കയറിയത്. അവിടെ നമ്മൾ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്. ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ എല്ലാവരും അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്ത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതേ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല അടിപൊളി കോടയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് നല്ല ക്ലൈമറ്റായിരുന്നു, അതേപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇത് നോക്കി എന്ത് രസമാണ് കാണാൻ. പിന്നെ നമുക്കിത് മഴ കിട്ടി കേട്ടോ. മഴ ഊട്ടിയിലേക്ക് നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടി. പിന്നെ ഫുള്ള് നനഞ്ഞ സമയത്ത് 2 കോട്ടൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ കോടയുടെ കൂടെ ഇത്രയും തണുപ്പിൻ്റെ കൂടെ മഴയും കൂടെ പെയ്താൽ എന്തായിരിക്കും അവസ്ഥ? സത്യം പറഞ്ഞാൽ കൈയൊക്കെ അത് ഐസായി പോയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എപ്പോഴെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഞങ്ങൾക്ക് വെയിലും കോടയും അതേപോലെ മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊട്ടിയിലെത്തിയ സമയത്ത് നമ്മൾ ഫേമസ് ആയ മോദീസ് കഫേയിലേക്കാണ് പോയത്, ഹോട്ട് ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു. നമ്മൾ 7 ഹോട്ട് ചോക്ലേറ്റും അതേപോലെ ഒരു സ്ട്രോബെറി ചോക്ലേറ്റും പിന്നെ കൊറിയൻ ബണ്ണുമാണ് ഓർഡർ ചെയ്തത്. ആ ഒരു സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഉള്ള സംഭവത്തിന് തന്നെ 250 ആണ് കേട്ടോ ഒന്നിന്. ഈ ഒരു ചെറിയ ഗ്ലാസ്സിലുള്ളത് റേറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്, പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ട്.
ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല, രാത്രിയായിട്ടുണ്ട്. ഇപ്പം തിരിച്ചാലേ നമ്മൾ നേരം വെളുക്കുമ്പോഴെങ്കിലും വീട്ടിലെത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് രണ്ട് മനസ്സായിട്ടാണ് നിന്നത്. കാരണം ഇത്രയും തണുപ്പത്ത് തിരിച്ച് യാത്ര ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കായിരുന്നു. അതേപോലെ നല്ല ബാക്ക് പെയിനും ഉണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു. ലാസ്റ്റ് പോകുന്ന സമയത്ത് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ആവതില്ലായിരുന്നു. കാരണം നല്ല ബാക്ക് പെയിൻ ആയിരുന്നു എല്ലാവർക്കും. വന്ന ആ ഒരു ആവേശം തിരിച്ചു പോകുന്ന സമയത്ത് ആർക്കും ഇല്ലായിരുന്നു. പിന്നെ തണുപ്പും കാര്യങ്ങളായിട്ട് നമുക്ക് എന്തായാലും ക്ഷീണവും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.